ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്സൽ വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. നാളെ ലിസ്റ്റിംഗ് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലം ആണ്. ബ്ലമ്മിൽ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ബ്ലമ്മിൽ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ പിക്സൽ വേഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പം സമയം കളയാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. പിക്സൽ വേഴ്സ് ഒടുവിൽ അവരുടെ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി ബിഗ്ഗറ്റ് ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ മാത്രമാണ് ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ന് കുറച്ചും കൂടെ എക്സ്ചേഞ്ചുകളിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. 100% ഷുവർ അല്ല. ചിലപ്പോൾ ബൈബിറ്റ്, MEXC അങ്ങനെ ഏതെങ്കിലുമൊക്കെ എക്സ്ചേഞ്ചുകളിലും കൂടെ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിന് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ 12 PM UTC ആണ്. 12 PM UTC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം നാളെ വൈകിട്ട് 5:30 ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് ബിഗ്ഗറ്റിൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ കാര്യത്തിൽ ഇതുവരെ അവർ കൂടുതൽ വ്യക്തതയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. എങ്ങനെയാണ് എയർ ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര % ആണ് എയർ ഡ്രോപ്പ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയേൻ്റെ കുറച്ച് കാര്യങ്ങൾ അവർ ഓൾറെഡി അവരുടെ ഡിസ്കോഡിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ടെലഗ്രാം ചാനലിലും പറഞ്ഞിട്ടുള്ളായിരുന്നു. അതായത് നമ്മുടെ എയർ ഡ്രോപ്പ് 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്സൽ ടാപ്പിൻ്റെ ഉള്ളിൽ എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ട് എന്നതാണ്. ഈ പിക്സൽ ടാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെലഗ്രാം ബോട്ടിൽ എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിൻറ്റ്സിന് അവർ 5 എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഡാഷ്ബോർഡിൽ ആക്ടിവിറ്റീസ് ചെയ്ത് നമ്മൾ എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്തു എന്നതും നമ്മുടെ എയർ ഡ്രോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ പിക്സൽ ടാപ്പ് ബോട്ടിൻ്റെ അകത്തുള്ളത് 5 പോയിൻറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മൾ നേടുന്നത് പിക്സും ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത് എന്ന് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെയധികം ആളുകൾ ഡാഷ്ബോർഡിലെ ടാസ്കുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. അവർ ടെലഗ്രാം ബോട്ടിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നൊന്നും നമുക്കിപ്പോഴും അറിയത്തില്ല. അവർ രണ്ടും ചെയ്ത ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ എന്നൊരു ക്രൈറ്റീരിയ വെക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൽ ആക്ടിവിറ്റീസ് ചെയ്യാത്ത ആളുകൾക്ക് അതൊരു വളരെ വലിയൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പിക്സൽ വേഴ്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് വീഡിയോയിൽ ഈ 2 ടാസ്കുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും പിക്സൽ ടാപ്പിൽ ജോയിൻ ചെയ്തതിൻ്റെ 10% ആളുകൾ പോലും ആ ഒരു ഡാഷ്ബോർഡിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവർ ആ ഒരു സ്നാപ്ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഡാഷ്ബോർഡിൽ ജോയിൻ ചെയ്തത് വെറുതെ ആയി പോകും. എന്നിരുന്നാലും ഡാഷ്ബോർഡ് ടാസ്കുകൾ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഡാഷ്ബോർഡിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക, അതിനുശേഷം അതിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെ വളരെയധികം ആളുകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ആ ഒരു വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡാഷ്ബോർഡിൽ എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഡാഷ്ബോർഡ് തുറക്കുക. അതുപോലെ തന്നെ ആ ഒരു കിവി ബ്രൗസറിൽ നിങ്ങൾ OKX വാലറ്റിൻ്റെ എക്സ്റ്റൻഷനും ഡൗൺലോഡാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എങ്ങനെ ഒരു വാലറ്റ് സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിലാണ്. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിവി ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ മൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഐഫോണിലും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതാണ് എൻ്റെ പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ NFT അവതാർ കാണാം. അതുപോലെ തന്നെ എൻ്റെ ലെവൽസ്, അതുപോലെ തന്നെ എനിക്ക് എത്രത്തോളം
പോയിന്റ്സ് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് പറ്റിയെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ പെറ്റിൻ്റെ അവിടെ എടുത്തിട്ട് ഡെയിലി ഓരോ ടാസ്കുകളും കാര്യങ്ങളുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനനുസരിച്ച് നമ്മുടെ ലെവലും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൽ കാണുന്ന ഒരു വാലറ്റിൻ്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള വാലറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് OKX വാലറ്റാണ്. വാലറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മളിവിടെ കണക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് OKXൻ്റെ വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ കിവി ബ്രൗസറിൽ നിങ്ങളുടെ വാലറ്റ് സെറ്റപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ പിക്സൽ വേഴ്സിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. കറൻ്റ്ലി ബിഗ്ഗറ്റ് ഗ്ലോബൽ മാത്രമേ അവർ എക്സ്ചേഞ്ച് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇന്നറിയാം കൂടുതൽ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരികയാണെങ്കിൽ ഇന്ന് അവർ അനൗൺസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. കൂടുതൽ അനൗൺസ്മെൻറ്റ് വരുവാണെങ്കിൽ എന്തായാലും അത് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ബ്ലമ്മിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മുടെ ബ്ലമ്മിൻ്റെ ബോട്ടിൽ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ ബോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന വാലറ്റുകളുടെ കുറേയധികം ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ടെലഗ്രാം വാലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോൺ കീപ്പർ വാലറ്റ് കണക്ട് ചെയ്യാം. ഞാനിവിടെ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ടോൺ കീപ്പർ വാലറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടോൺ കീപ്പർ വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. അതിനുശേഷം ടോൺ കീപ്പറിൻ്റെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് ടോൺ കീപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ടോൺ കീപ്പർ വാലറ്റ് ഓപ്പൺ ആവും. അതിലൊരു കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ടെലഗ്രാം ബോർഡിലേക്ക് തിരിച്ചു വരിക. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ആക്റ്റീവ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഫാം ചെയ്യുന്ന 2 പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓഫ് കോഴ്സ് എല്ലാവരും പിക്സൽ വേഴ്സിൻ്റെ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ മിനിമം ആക്കി കീപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ വലിയ രീതിയിലേക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഒരു എയർ ഡ്രോപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ എയർ ഡ്രോപ്സിലേക്ക് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.